ഈ ഉംറ എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം 2-3 വർഷമായി ഒരു ഉംറ ചെയ്യണം ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. രോഗങ്ങൾ വരാനും നടത്തത്തിൽ കുഴഞ്ഞു വീഴാനും ഒക്കെ പറ്റിയ ഒരു പ്രായമാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രയാസവും അല്ലാഹു ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുക ഒരു കാര്യം, തവഫന മഅൽ അബ്റാർ. വളരെ നീണ്ട ഒന്നും വേണ്ട. തവഫന, ഞങ്ങളെ നീ മരിപ്പിക്കണം, മഅൽ അബ്റാർ, അബ്റാറുകളോടൊപ്പം, പുണ്യവാന്മാരോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണം. ആ പ്രാർത്ഥന ഉറപ്പിച്ച്, പടച്ചവനെ ഞാനിതാ എൻ്റെ ആയുസ് ഇങ്ങനെ കഷ്ണമായി തീർന്ന് ഒരു ശൂന്യതയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ യാത്രക്കിടയിൽ പടച്ചവനെ എൻ്റെ പരലോകം നീ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു ജീവിതാന്ത്യം നമുക്ക് നൽകട്ടെ. പിന്നെ ഈ സംവിധാനം വളരെ തൃപ്തികരമാണ്. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല ടോയ്ലറ്റിംഗ്, നല്ല പെരുമാറ്റം, ആരോടും പിണങ്ങേണ്ടി വന്നിട്ടില്ല ആർക്കും. അതാണ് നല്ലത്. അപ്പോൾ പലരും ഹജ്ജിന് ഫ്രണ്ട്സായിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് ശത്രുക്കളാകുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് വളരെ സോഫ്റ്റാണ്. അങ്ങനെ നല്ല ഹൃദയമുള്ള ഒരു ഹൃദയത്തിലെ ഉടമകളാവാൻ അല്ലാഹു തൗഫീഖ് നൽകുക എന്നത് വളരെ വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. അടച്ചവനെ ഈമാനോടുകൂടി മരിപ്പിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.